2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തൊട്ട് വരണ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എങ്ങനെ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓരോ രാശി എന്ന് പറഞ്ഞാൽ ഓരോ വഴികളെന്ന് വിചാരിച്ചോളുക. ആ വഴിയിൽ എങ്ങനെയാണ്, അവിടെ ട്രാഫിക് ഉണ്ടോ, അവിടെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുംഭൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കുംഭൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ ശരിക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, രണ്ടാമത്തെ പകുതി, ചതയം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കുംഭൻ രാശി. കുംഭരാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സമയത്തേക്ക് അപേക്ഷിച്ച് നല്ല സമയമാണ് നിങ്ങൾക്കെന്ന് പറയാം. 5-ലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. ദേവസ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. വ്യാഴം 5 നിൽക്കുന്ന സമയം. വ്യാഴം ദൃഷ്ടി ചെയ്യാണ്. ലക്ഷം ദോഷം ഗുരുകന്തി. വ്യാഴം ദൃഷ്ടി ചെയ്താൽ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. മറ്റൊന്ന്, 7 ശനി, 7.5 വർഷക്കാലമുള്ള ശനി ആദ്യത്തെ 5 വർഷവും പിന്നിട്ടു. അതായത് ഖണ്ഡശനി, ജന്മശനി, പാദശനി. ശനി പാദത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ യാത്രകൾ ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലുമൊക്കെ സ്ഥാനചലനം വരാം. ചിലപ്പോൾ ദൂരോട്ടൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറാം. ഇതൊക്കെ വരുമെന്നുള്ളതിലൊഴിച്ച് ശനിയുടെ ശക്തി ക്ഷയിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി നല്ല സമയം എന്ന് പറയാൻ കാരണം. ഈ പുതുവർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ഓരോ കാര്യങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. സന്താന സൗഖ്യം അനുഭവിക്കും. വളരെ ഐശ്വര്യബലത്തെ കൊടുക്കും. ഇതിന് അനുകൂലപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ദോഷത്തെ നല്ല സമയത്ത് തന്നിരിക്കേണ്ട പേരിൽ ദോഷമൊക്കെ മാറി വരുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇനി വിജയിക്കും. കാരണം ഈശ്വരാധീനം നിൽക്കുന്ന സമയമാണ്. നമുക്ക് വിജയത്തിൻ്റെ കാലഘട്ടമാണ്. പുരോഗതിയുടെ സമയമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ശനിയൊക്കെ ഉണ്ട് പാദത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിനെ വലിയ സീരിയസ് ആയിട്ട് കാണേണ്ട, കഠിനമായ ഭാവങ്ങളെല്ലാം മാറി.